ആത്മാനുരാഗിയുടെ അടിസ്ഥാന സ്വഭാവം താൻ ലോകത്തിന് ഒരു വാഗ്ദാനമാണ്. തൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് താനൊരു ദൈവം വിട്ട അനുഗ്രഹമാണ് എന്നുള്ള അടിയുറച്ച ഒരു ബോധ്യമാണ്. ദിവസങ്ങളോളം കാര്യമായി അങ്ങ് സ്നേഹിക്കുന്ന സമയത്ത് അമിതമായ സ്നേഹപ്രകടനം. ആ കാമുകിക്ക് തോന്നും താൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണെന്ന് തോന്നും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് അവരെ ഗോസ്റ്റ് ചെയ്യും. നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതി നാർസിസിസ്റ്റുകളെ അടവെച്ച് വിരയിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. താൻ എത്ര അവഗണിച്ചാലും, എത്ര പുച്ഛിച്ചാലും, എത്ര പരിഹസിച്ചാലും വീണ്ടും താൻ വിരൽ ഞൊടിക്കുമ്പോൾ ആ പെൺകുട്ടി തന്നെ തേടി വരുന്നു എന്ന ചിന്തയാണ്, എന്ന തിരിച്ചറിവാണ് അയാൾക്ക് വലിയ ആഹ്ലാദം പകരുന്നത്. ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യത്തിന് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകൾ വേണ്ടിവരും. ഡോക്ടർ അരുൺ ബി നായർ, കഴിഞ്ഞ 2 വർഷമായി താൻ നാർസിസിസ്റ്റിക് അബ്യൂസ് നേരിടുകയാണ് എന്ന നടി അനുപമ പരമേശ്വരന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതാണ്. കുറച്ചു ദിവസമായി ഈ വിഷയം സജീവ ചർച്ചയുമാണ്. തന്റെ മുൻ പങ്കാളി വിക്രം സിനിമയായ അന്യനിലെ കഥാപാത്രത്തെ പോലെയായിരുന്നുവെന്നും മറ്റു ചിലപ്പോൾ റമോയെപ്പോലെയും അമ്പിയെപ്പോലെയും ഒക്കെ അയാൾ പെരുമാറി എന്നാണ് നടി പറഞ്ഞത്. ഈ ഒരു വെളിപ്പെടുത്തലോടെയാണ് നാർസിസിസ്റ്റിക് എന്താണ് എന്ന് പലരും ചോദിച്ചു തുടങ്ങിയത്. ശരിക്കും ആരാണ് ഈ നാർസിസിസ്റ്റിക്? നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യം വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വ വൈകല്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ വ്യക്തിത്വ വൈകല്യം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് വ്യക്തിത്വം എന്ന് പറയേണ്ടി വരും. നമ്മൾ ജന്മസിദ്ധമായി തന്നെ ജനിതകമായി നമുക്ക് ലഭിക്കുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പരിധിവരെ അതിന് വ്യത്യാസം വരാമെങ്കിലും അതിൻ്റെ പൊതു സ്വഭാവം ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്നു. ഇതിനെയാണ് നമ്മൾ വ്യക്തിത്വം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സമൂഹത്തിന് അംഗീകരിക്കാനാകാത്ത തരത്തിലുള്ള ചില സവിശേഷതകൾ ചിലരുടെ വ്യക്തിത്വങ്ങളിൽ കടന്നു വരാറുണ്ട്. അത്തരം അവസ്ഥകളെയാണ് നമ്മൾ വ്യക്തിത്വ വൈകല്യങ്ങൾ എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത്. ഈ വ്യക്തിത്വ വൈകല്യങ്ങൾ ക്ലസ്റ്റർ എ, ക്ലസ്റ്റർ ബി, ക്ലസ്റ്റർ സി എന്ന് 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഈ ക്ലസ്റ്റർ എ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വിചിത്രമായ സ്വഭാവങ്ങൾ കാണിക്കുന്ന ചില അവസ്ഥകളാണ്. ക്ലസ്റ്റർ ബി എന്ന് പറയുന്നത് അതിവൈകാരികമായിട്ടുള്ള, അമിതമായി പ്രതികരിക്കുന്ന, അത്തരത്തിൽ നാടകീയമായ പെരുമാറ്റ രീതികൾ കാണിക്കുന്ന ഒരു അവസ്ഥയാണ്. 3ാമത്തേത് ക്ലസ്റ്റർ സി എന്ന് പറയുന്നത് അമിത ഉത്കണ്ഠയുള്ള വ്യക്തിത്വങ്ങളാണ്. ഈ ക്ലസ്റ്റർ ബിയിൽ പെട്ട ഒരു വ്യക്തിത്വ വൈകല്യമാണ് ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യം. എങ്ങനെയാണ് ഈ പേര് ഈ വ്യക്തിത്വ വൈകല്യത്തിന് വന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പം നാർസിസസ് എന്ന് പറയുന്നത് ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തോട് ഒരുപാട് സ്ത്രീകൾക്ക് അനുരാഗം തോന്നി. പക്ഷെ അദ്ദേഹം കരുതിയത് ഈ സ്ത്രീകൾക്കൊന്നും അദ്ദേഹത്തെ പ്രണയിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിഷ്കരുണം ആ പ്രണയാഭ്യർത്ഥനകളൊക്കെ അദ്ദേഹം നിരസിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്തു. ഒരിക്കലൊരു ഗ്രീക്ക് ദേവതയുടെ മകൾ ഇദ്ദേഹത്തിൽ അനുരക്തയായി തൻ്റെ പ്രണയാഭ്യർത്ഥന നടത്തി. ആ പെൺകുട്ടിയെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിച്ച് അവഹേളിച്ച് ആ പ്രണയാഭ്യർത്ഥന നിരസിച്ചു വിട്ടു. ആ മനോവേദന താങ്ങാനാകാതെ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതേ തുടർന്ന് ഗ്രീക്ക് ദേവത നാർസിസസിനെ ശപിക്കുകയാണ്. നീ സ്വന്തം സൗന്ദര്യത്തിൽ അഭിരമിച്ച് വെള്ളം പോലും കുടിക്കാതെ ദാഹിച്ച് മരിച്ചു പോകട്ടെ എന്ന്. അങ്ങനെ തന്നെയായിരുന്നു നാർസിസസിൻ്റെ അന്ത്യം. അദ്ദേഹം ഒരു കാട്ടിൽ യാത്രയ്ക്ക് പോയി. യാത്രയ്ക്കിടയിൽ ദാഹിച്ചു. ഒരു അരുവി തേടി പോയി. ആ തെളിനീര് ഉറവയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞു നോക്കിയപ്പോൾ സ്വന്തം പ്രതിബിംബം ആ തെളിഞ്ഞ വെള്ളത്തിൽ അദ്ദേഹം കണ്ടു. സ്വന്തം മുഖസൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അതിൽ അഭിരമിച്ച് വെള്ളം കുടിക്കാൻ പോലും മറന്നുപോയി നാർസിസിസ് ദാഹിച്ച് മരിച്ചു വീണു എന്നാണ് കഥ പറയുന്നത്. അപ്പോൾ അവനവനോട് മാത്രം സ്നേഹമുള്ള, മറ്റുള്ളവരോട് ഒരു സ്നേഹവുമില്ലാത്ത, മറ്റുള്ളവരെ കരുതാനോ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനോ കഴിവില്ലാത്ത, മറ്റുള്ളവരെ എല്ലാം തനിക്ക് കൈയടിക്കാനുള്ള ആരാധകവൃന്ദമായി മാത്രം കരുതുന്ന ഒരു വ്യക്തിത്വ വൈകല്യമാണ് ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഏകദേശം 1% ആളുകൾക്ക് ഈ ഒരു അവസ്ഥയുണ്ട് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സ്ത്രീകളെക്കാൾ കൂടുതലായി പുരുഷന്മാരിലാണ് താരതമ്യേന ഈ അവസ്ഥ കണ്ടുവരുന്നത്. സാർ, ഇവിടെ നടി പറഞ്ഞ ഒരു കാര്യം ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് അവരുടെ ബന്ധത്തിൽ ശാരീരിക ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടില്ല, പക്ഷേ തൻ്റെ ശരീരത്തിലും മനസ്സിലും ഒരിക്കലും ഭേദമാകാത്ത മുറിവുകളാണ് അവശേഷിപ്പിച്ചത് ആ ബന്ധം എന്നാണ് അനുപമ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്തരക്കാരുടെ പെരുമാറ്റം എങ്ങനെയാണ്? ആത്മാനുരാഗിയുടെ അടിസ്ഥാന സ്വഭാവം താൻ ലോകത്തിന് ഒരു വാഗ്ദാനമാണ്. തൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് താനൊരു ദൈവം
വിട്ട അനുഗ്രഹമാണ് എന്നുള്ള അടിയുറച്ച ഒരു ബോധ്യമാണ്. തനിക്ക് മറ്റുള്ളവരെക്കാൾ എല്ലാം കഴിവുകൾ കൂടുതലുണ്ട്, തനിക്ക് മറ്റുള്ളവരെക്കാൾ അറിവ് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് താനൊരു അനുഗ്രഹമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഒരു ചിന്താഗതി ബന്ധങ്ങളിലും പ്രകടമായിരിക്കും. അദ്ദേഹം ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് വരില്ല, കാരണം അത് അദ്ദേഹത്തിൻ്റെ നിലവാരത്തിന് ചേരുന്ന ഒരു കാര്യമല്ല. പക്ഷേ മാനസികമായി മറ്റുള്ളവർ തൻ്റെ വിധേയരായി മാറാൻ വേണ്ട സകല കാര്യങ്ങളും അദ്ദേഹം ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ NPD ഉള്ള ആളുകൾ ചെയ്യുന്ന 2-3 പെരുമാറ്റങ്ങളുടെ ഉദാഹരണങ്ങൾ പറയാം. അതിലൊന്നാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ആത്മവിശ്വാസത്തോടെ കള്ളങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് കാമുകിയോട് സംസാരിക്കുന്ന NPD ഉള്ള വ്യക്തി ഇപ്പോൾ രാത്രി 10 മണിയാണ്, കണ്ടില്ലേ, കടുത്ത ഇരുട്ടല്ലേ എന്ന് പറയും. അപ്പോൾ ആ പറയുന്ന ആ ആത്മവിശ്വാസം കേട്ടിട്ട് കാമുകിക്ക് ഒരു ആശയക്കുഴപ്പം തോന്നും. വെളിച്ചം കാണുന്നുണ്ട്, പക്ഷേ ഇനി എൻ്റെ കണ്ണിൻ്റെ കുഴപ്പം വല്ലതും ആണോ ഇത് എന്ന് തോന്നും. അപ്പോൾ സത്യമേത് മിഥ്യ ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ഒരു ആശയക്കുഴപ്പത്തിലേക്ക് തൻ്റെ കാമുകിമാരെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ചെയ്ത ഒരു കാര്യം ചെയ്തിട്ടില്ല, ആ പെൺകുട്ടി കണ്ട ഒരു കാര്യമായിരിക്കും, എങ്കിൽ പോലും അത് നിൻ്റെ തോന്നലാണ്, നിൻ്റെ മിഥ്യാവിശ്വാസമാണ് എന്ന മട്ടിൽ അവർ പറഞ്ഞ് സമർത്ഥിച്ചു കളയും. ഇത്തരത്തിലുള്ള ഗ്യാസ് ലൈറ്റിംഗ് അവരുടെ പെരുമാറ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന്, ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം എന്ന് പറഞ്ഞ രീതി ഇവർ അവലംബിക്കും. ദിവസങ്ങളോളം കാര്യമായി അങ്ങ് സ്നേഹിക്കുന്ന സമയത്ത് അമിതമായ സ്നേഹപ്രകടനം. ആ കാമുകിക്ക് തോന്നും താൻ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണെന്ന് തോന്നും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് അവരെ ഗോസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ജെൻസി ഭാഷയിൽ ഗോസ്റ്റിംഗ് എന്ന വാക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയാതെ ആ ബന്ധം അങ്ങ് വിച്ഛേദിക്കും. ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല, സാമൂഹ്യ മാധ്യമങ്ങൾ സന്ദേശങ്ങൾ അയച്ചാൽ പ്രതികരണമില്ല, ചിലപ്പോൾ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ബ്ലോക്ക് ചെയ്യുന്നു, കണ്ടാൽ ഒരു പ്രതികരണവുമില്ല, ഒരു പരിചയമില്ലാത്ത ഒരാളെ പോലെ പെരുമാറുന്നു. പലപ്പോഴും ഈ ദിവസങ്ങളിൽ ഈ പെൺകുട്ടിയുടെ മുൻപിൽ വെച്ച് മറ്റു പെൺകുട്ടികളുമായി വളരെ അടുത്ത് ഇടപഴകും, ഫ്ലേർട്ട് ചെയ്യും, തമാശകൾ പറയും, പൊട്ടിച്ചിരിക്കും. ഇതൊക്കെ തീർച്ചയായിട്ടും ഈ കാമുകിക്ക് വലിയ മനോവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഏതാനും ദിവസം ഇങ്ങനെ അവഗണന തുടരുന്നു. അത് കഴിയുമ്പോൾ ഈ ബന്ധം മുന്നോട്ട് പോകില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ആ പെൺകുട്ടി മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം രാവിലെ ഒരു വിളി എന്ന് വരും. നിന്നെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ, എന്തു പറ്റി, നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ ശരിക്കും ഒരു വലിയ ആശയക്കുഴപ്പത്തിലേക്ക് ആ പെൺകുട്ടി പോവുകയാണ്. ഇദ്ദേഹം തന്നെ കുറച്ച് ദിവസമായിട്ട് അവഗണിച്ചു, തന്നെ അദ്ദേഹം പരിഗണിക്കുന്നില്ല, തന്നെ അദ്ദേഹം സ്നേഹിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുകൊണ്ട് അതിൽ നിന്നങ്ങ് പിന്മാറാൻ തയ്യാറെടുത്തിരിക്കുന്ന ആ നിമിഷമായിരിക്കും വീണ്ടും വിളി വരുന്നത്. അതൊരു മരുഭൂമിയിലെ തെളിനീരുറവ പോലെ ആ പെൺകുട്ടിക്ക് അനുഭവപ്പെടും. എല്ലാം ഉപേക്ഷിച്ച പെൺകുട്ടി ഓടിച്ചില്ല. വീണ്ടും കുറച്ച് ദിവസം തീവ്രമായ അടുപ്പം കാണിക്കും. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവഗണന തുടരും. ഇങ്ങനെ നിരവധി പ്രാവശ്യം ആവർത്തിച്ച് ഈ തീവ്രമായ സ്നേഹവും പരിപൂർണമായ അവഗണനയും മാറി മാറി വരുന്നൊരവസ്ഥയ്ക്കൊടുവിൽ ഈ പെൺകുട്ടി വേദനയോടുകൂടി തിരിച്ചറിയും താൻ ആ വ്യക്തിക്ക് മാനസികമായി അടിമപ്പെട്ട് കഴിഞ്ഞു. ഒരു ലഹരി വസ്തുവിന് അടിമപ്പെട്ടതുപോലെ, മദ്യത്തിന് അടിമപ്പെട്ടതുപോലെ താൻ ആ വ്യക്തിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു എന്ന് തിരിച്ചറിയും. പലപ്പോഴും NPD ഉള്ള ആളുകൾ ചെയ്യുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. താൻ എത്ര അവഗണിച്ചാലും, എത്ര പുച്ഛിച്ചാലും, എത്ര പരിഹസിച്ചാലും വീണ്ടും താൻ വിരൽ ഞൊടിക്കുമ്പോൾ ആ പെൺകുട്ടി തന്നെ തേടി വരുന്നു എന്ന ചിന്തയാണ്, എന്ന തിരിച്ചറിവാണ് അയാൾക്ക് വലിയ ആഹ്ലാദം പകരുന്നത്. താൻ എത്ര അവഗണിച്ചാലും ഒരൊറ്റ വിളി മതി, അവർ വീണ്ടും തങ്ങൾക്ക് വിധേയരായി വരുന്നു എന്ന തിരിച്ചറിവാണ് അവർക്ക് വലിയ ആഹ്ലാദം പകരുന്നത്. ഒരു കാര്യം കൂടെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് വേണ്ടുന്നത് ഇവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആരാധക വൃന്ദത്തെ മാത്രമാണ്. വിമർശനങ്ങളോട് സമ്പൂർണമായ അസഹിഷ്ണുതയാണ് ഇവരുടെ പ്രത്യേകത. ഒരു NPDയുടെ, ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ചെമ്പ് തെളിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകനെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയുക. അയാൾ വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, തൊഴിലിടത്തിൽ അദ്ദേഹത്തിന് വലിയ അംഗീകാരമുണ്ട്, അദ്ദേഹം ജീവിതത്തിൽ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ കുറേ പറയുക. ആദ്യമൊക്കെ മസിൽ പിടിച്ചിരിക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ NPDയുടെ മുഖഭാവം മാറുന്നത് കാണാം. അദ്ദേഹം അസഹിഷ്ണുത
അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ പ്രകടമാവുന്ന കാണാം. നിങ്ങൾ പറയുന്ന എല്ലാം കേട്ടിട്ട് അദ്ദേഹം പറയും, ശരിയാണോ അയാളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞതൊക്കെ, പക്ഷേ അയാളുടെ സ്വകാര്യ ജീവിതം അത്ര വെടിപ്പല്ല, അയാളുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് അയാളെക്കുറിച്ച് ചില ഇല്ലാ കഥകൾ, ചില കെട്ടുകഥകൾ, സ്വഭാവ ദൂഷ്യത്തിൻ്റെ ആരോപണങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ആരോപിക്കും. കാരണം മറ്റൊരാൾ തന്നേക്കാൾ മികവുറ്റ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നത് ചിന്തിക്കാൻ പോലും ഇവർക്ക് കഴിവില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പം NPD ഉള്ള ആളുകൾ അവർ പറയുന്നത് എല്ലാവർക്കും അവരോട് അസൂയയാണ്, അവരുടെ കഴിവുകൾ കണ്ട് എല്ലാവർക്കും അവരോട് അസഹിഷ്ണുതയാണെന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ NPD ഉള്ള വ്യക്തി മറ്റുള്ളവരോട് കടുത്ത അസൂയ വെച്ച് പുലർത്തുന്ന ഒരു ജന്മമാണ് എന്നുള്ളതാണ് സത്യം. 2 തരത്തിലുള്ള നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റികളുണ്ട്. ഒന്ന് സെറിബ്രൽ നാർസിസിസ്റ്റ് അല്ലെങ്കിൽ മസ്തിഷ്ക ആത്മാനുരാഗി എന്ന് പറയും. തൻ്റെ ബുദ്ധിപരമായ കഴിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിച്ച് തൻ്റെ വായനാശേഷി, തൻ്റെ ഭാഷാ സ്വാധീനം, തൻ്റെ വിവിധ വിഷയങ്ങളിലുള്ള അഗാധമായ പാണ്ഡിത്യം, ഇതൊക്കെ മറ്റുള്ളവരുടെ മുൻപിൽ അവതരിപ്പിച്ച് താനൊരു മഹാസംഭവമാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തേത് സൊമാറ്റിക് നാർസിസിസ്റ്റ് അല്ലെങ്കിൽ ശാരീരിക ആത്മാനുരാഗി. തൻ്റെ ശരീര സൗന്ദര്യം, പേശികളുടെ ബലം, മുഖസൗന്ദര്യം, ലൈംഗിക ശേഷി തുടങ്ങിയ കാര്യങ്ങൾ മറ്റുള്ളവർക്കൊന്നുമില്ലാത്ത വിധം മികവുറ്റതാണ് എന്ന് വിശ്വസിച്ച് അത് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ ശ്രമം നടത്തുന്ന ഒരു അവസ്ഥയാണ് ഇത്. അപ്പോൾ ഇത്തരത്തിൽ പലതരത്തിൽ NPDകൾ ഉണ്ടാവും. NPD ഉള്ള ആളുകൾക്ക് സ്വന്തം ജീവിത പങ്കാളിയെ പോലും സ്നേഹിക്കാൻ പറ്റില്ല, സ്വന്തം മക്കളെ പോലും സ്നേഹിക്കാൻ പറ്റില്ല. നാർസിസിസ്റ്റിക് പേരൻറ്റിങ് എന്നൊരു രീതിയായിരിക്കും അവർ കുട്ടികളെ വളർത്തുമ്പോൾ. അതായത് ഈ കുട്ടി വന്ന് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം വളരെ വേദനയോടെ പറഞ്ഞാൽ വളരെ പരിഹാസത്തോടെ പറയും, ഇതൊക്കെയാണോ പ്രയാസം? എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? പണ്ട് എന്തുമാത്രം കഷ്ടപ്പാടുകൾ നേരിട്ടാണ് ഞാൻ ജീവിതത്തിൽ ഉയർന്നു വന്നതെന്നറിയാം. ഞാൻ, എനിക്ക്, എൻ്റെ എന്ന വാക്കുകളായിരിക്കും ഓരോ വാചകത്തിൻ്റെയും തുടക്കത്തിലുണ്ടാകുന്നത്. താൻ എന്തോ വലിയ സംഭവമാണ്, അതുകൊണ്ട് അതിൻ്റെ മുൻപിൽ നീ ഒന്നുമല്ല എന്ന കുട്ടിയെപ്പോലും ബോധ്യപ്പെടുത്തിക്കൊണ്ട്, കുട്ടിയെപ്പോലും മാനസികമായി വ്രണപ്പെടുത്തിക്കൊണ്ട് തന്നെ ആരാധിക്കുക, തന്നെ അഭിനന്ദിക്കുക, അല്ലെങ്കിൽ തനിക്ക് വിധേയപ്പെടുക, ഇത് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലെ രക്ഷാമാർഗമെന്ന് മറ്റുള്ളവരെ ഓരോ നിമിഷവും ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ NPD. ഡോക്ടർ, ഒരു വ്യക്തി നാർസിസ്റ്റിക് ആകുന്നതിൻ്റെ തുടക്കം എങ്ങനെയാണ്? നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതി നാർസിസിസ്റ്റുകളെ അടവെച്ച് വിജയിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പഠനത്തിൽ മുന്നാക്കം നിൽക്കുന്ന കുട്ടികളെ എല്ലാവരും അങ്ങേയറ്റം പുകഴ്ത്തുന്നു, തലയിലെടുത്ത് വെക്കുന്നു. അദ്ദേഹം ഒരു വലിയ സംഭവമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനന്ദനങ്ങൾ കോരിച്ചൊരിയുന്നു. പക്ഷേ ഈ വ്യക്തി ഒരു കാര്യം തിരിച്ചറിയുന്നില്ല. തൻ്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന കണക്കിന് 0 വാങ്ങുന്ന വ്യക്തിക്ക് ഒരു യന്ത്രം റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്, ഒരു ബൾബ് മാറ്റിയിടാനുള്ള കഴിവുണ്ട്, ഒരു വാഹനം ഓടിക്കാനുള്ള കഴിവുണ്ട്, തനിക്കതില്ല എന്ന തിരിച്ചറിവ് വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന ലക്ഷ്യം വ്യത്യസ്ത കഴിവുകളുള്ള ആളുകൾ പരസ്പരം അംഗീകരിക്കുന്ന ഒരു മനസ്ഥിതിയിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെയല്ല. പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്ന ആളിനെ അമിതമായി അഭിനന്ദിക്കുകയും അമിതമായി അദ്ദേഹത്തെ പുകഴ്ത്തുകയും ചെയ്യുന്ന വഴി താനൊരു വലിയ സംഭവമാണ് എന്നൊരു തോന്നൽ മനസ്സിൽ വരികയാണ്. അപ്പോൾ തൻ്റെ പരിമിതികൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുന്നു. തൻ്റെ കഴിവുകളാണ് വലുത്, മറ്റുള്ളവരെല്ലാം തന്നെ അങ്ങ് ആരാധിച്ചോണം, അഭിനന്ദിച്ചോണം എന്നുള്ള ചിന്തയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. ഇതാണ് പലപ്പോഴും ഈ NPDയുടെ തുടക്കം. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവരുടെ കഴിവുകൾ അവരെ ബോധ്യപ്പെടുത്തുന്നതിനോടൊപ്പം അവരുടെ പരിമിതികളും മനസ്സിലാക്കണം. അവർ കണക്കിന് 100 വാങ്ങുന്ന ഒരു കുട്ടി കായിക മേഖലയിൽ മറ്റൊരു കുട്ടിയേക്കാൾ പിന്നാക്കമായിരിക്കും. കായിക മേഖലയിൽ കൂടുതൽ കഴിവുള്ള തൻ്റെ സുഹൃത്തിനെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ചില വരേണ്യമായ തൊഴിൽ മേഖലകളുണ്ട് എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. എഞ്ചിനീയറിങ്ങും മെഡിസിനും പോലെയുള്ള മേഖലകൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. സ്വാഭാവികമായും ആ മേഖലകളിലൊക്കെ എത്തിച്ചേരുന്ന ആളുകൾ, അല്ലെങ്കിൽ സിവിൽ സർവീസ് പോലെയുള്ള മേഖലകളിൽ എത്തിച്ചേരുന്ന ആളുകൾ, അവർ ആത്മാനുരാഗികളായി മാറുന്നതിൽ നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സമൂഹം ആ രീതിയിൽ അവരെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതെല്ലാം നല്ല കാര്യമാണ്, നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ മിടുക്കനാണ്, ഏറ്റവും നല്ല കാര്യമാണത്. പക്ഷേ നിങ്ങൾക്കില്ലാത്ത ചില കഴിവുകൾ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികൾക്കുണ്ടാകാം.
അവരെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടത്, അവരുടെ റോള് കൂടെ ലോകത്ത് അംഗീകരിക്കേണ്ടത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുത്താൽ അവർ ആത്മാനുരാഗികളാകുന്നത് ഒരു പരിധിവരെ തടയാം. അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, കുട്ടികളെ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ നീ ലോകത്തിലെ ഏറ്റവും നല്ല കുട്ടിയാണെന്നൊന്നും പറഞ്ഞു കളയരുത്. അത് കുട്ടിയെ ആത്മാനുരാഗിയാക്കുകയുള്ളൂ. എന്താണോ കുട്ടി ഉത്തരവാദിത്തത്തോടെ ചെയ്തത് ആ കാരണം പറഞ്ഞ് അഭിനന്ദിക്കുക. ഇന്ന് നീ ഉത്തരവാദിത്തത്തോടെ ഈ ജോലി ചെയ്തു, കൊള്ളാം, മിടുക്കൻ. കൃത്യമായ കാരണം പറയുക. വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും കാരണം പറയുക. ഇന്ന് നിന്നെ ഏൽപ്പിച്ച ജോലി നീ നന്നായി ചെയ്തില്ല, നിനക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞ് വിമർശിക്കുക. അപ്പോൾ അഭിനന്ദനങ്ങളും വിമർശനങ്ങളും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ സ്വഭാവത്തിലെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനും തൻ്റെ പരിമിതികൾ തിരിച്ചറിയാനും കൂടുതൽ മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് സ്വയം വളരാനും ഈ കുട്ടികൾക്ക് കഴിയും. അത് തീർച്ചയായിട്ടും അവർ ആത്മാനുരാഗികളാകുന്നത് വലിയൊരളവ് വരെ തടയുകയും ചെയ്യും. ഇനി ചോദിക്കാനുള്ളത്, ഇതിന് ചികിത്സ എങ്ങനെയാണ്? എത്രത്തോളം ചികിത്സ ഫലപ്രദമാണ്? ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യത്തിന് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകൾ വേണ്ടിവരും. ചില ഘട്ടങ്ങളിൽ മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയും ഇവർക്ക് വേണ്ടിവരും. പക്ഷേ ഒരു വലിയ വിലങ്ങ് തടി, ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ള ആൾ താൻ മറ്റുള്ളവരെക്കാളെല്ലാം മഹാനാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഒരു ഡോക്ടറെ അടുത്ത് പോയി ഇരിക്കാൻ അയാൾക്ക് വിമുഖതയുണ്ടാവും. ഡോക്ടറേക്കാൾ കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാം എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. സ്വാഭാവികമായും ചികിത്സകളോട് ഇവർ സഹകരിക്കാൻ സാധ്യത കുറവാണ്. പലപ്പോഴും എങ്ങനെയാണ് ഇവർ ചികിത്സയിലേക്ക് എത്തിച്ചേരുന്നതെന്ന് ചോദിച്ചാൽ, ഇവരുടെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ, ഇവർക്ക് അടിമപ്പെട്ടു പോകുന്ന ആളുകൾ, അവർ ആവർത്തിച്ചുള്ള ഈ ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമിനെ തുടർന്ന് മാനസിക നില തകർന്ന് ആത്മവിശ്വാസം നശിച്ച് തീവ്രമായി വിഷാദത്തിലേക്ക് എത്തിച്ചേരും. ഈ അവസ്ഥയെ നാർസിസിസ്റ്റിക് വിക്ടിം സിൻഡ്രോം അല്ലെങ്കിൽ NVS എന്ന് പറയും. ആത്മാനുരാഗ അടിമത്ത ലക്ഷണൈക്യം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ പലപ്പോഴും ചികിത്സ തേടി വരും. അങ്ങനെ വരുമ്പോൾ അവരുടെ പങ്കാളി ഒരു ആത്മാനുരാഗിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പങ്കാളിയെ കൂടെ ചികിത്സയിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർമാർ ആവശ്യപ്പെടുമ്പോഴാണ് പലപ്പോഴും ഈ ആത്മാനുരാഗികൾ ചികിത്സയ്ക്ക് തയ്യാറാകേണ്ടി വരുന്നത്. പക്ഷെ അവിടെയും എങ്ങനെയെങ്കിലുമൊക്കെ ആ ചികിത്സയിൽ നിന്ന് ഒഴിവായി പോകാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. താൻ പെർഫെക്റ്റാണ്, തനിക്കൊരു കുഴപ്പവുമില്ല, തൻ്റെ ആ പെർഫെക്ഷനിലേക്ക് ഉയരാൻ തൻ്റെ പങ്കാളിക്ക് കഴിയാതെ വരുന്നതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെങ്കിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ളൊരു ശ്രമങ്ങൾ തീവ്രമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പക്ഷേ ചിലപ്പോൾ ചില കുറ്റകൃത്യങ്ങളിൽ അവർ പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ചികിത്സയ്ക്ക് അവർ തയ്യാറായി വരും. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സയും അതോടൊപ്പം ഹ്രസ്വകാലത്തേക്കുള്ള മരുന്ന് ചികിത്സയും ഇവർക്ക് വേണ്ടി വരും. ഓക്കെ, പല ദമ്പതിമാരും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാകും. പലരും ഇത് പുറത്തു പറയാൻ മടിച്ച് മറച്ചു വെക്കുന്നവരുമുണ്ട്, നാണക്കേടൊക്കെ ഭയന്ന്. ചികിത്സിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഒരുപാട് പേര് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മറച്ചു വയ്ക്കാറുണ്ട്. ഈ NPD മറച്ചു വെച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം ആ വ്യക്തിയേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ആളുകൾക്കായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ആത്മാനുരാഗ പ്രവണത മൂലം വളരെ വലിയ മാനസിക സംഘർഷത്തിലേക്ക് കടന്നു ചെല്ലും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയിൽ നിന്ന് ഒരു സ്നേഹമോ അംഗീകാരമോ പരിഗണനയോ അനുതാപമോ ലഭിക്കാതെ വരുന്നത് അവരുടെ മാനസികാരോഗ്യത്തെ തകർക്കും. അവർ പലപ്പോഴും വിഷാദരോഗബാധിതരായി മാറും. ചിലരെങ്കിലും ആ വിഷാദരോഗം ചികിത്സിക്കപ്പെടാതെ പോകുമ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വരെ കൂടുതലാണ്. ആത്മാനുരാഗിയായ ഒരു അച്ഛൻ വളർത്തുന്ന കുട്ടി വളരെയധികം വികലമായൊരു മാനസിക നിലയിലായിരിക്കും വളർന്നു വരുന്നത്. കാരണം അച്ഛൻ്റെ ഒരു പരിഗണനയോ സ്നേഹമോ അംഗീകാരമോ കിട്ടാതെ വരുന്ന ആ കുട്ടിയുടെ മനസ്സിൽ ഒന്നുകിൽ തീവ്രമായ ഒരു വിദ്വേഷവും വൈരാഗ്യവും മറ്റുള്ളവരോട് പൊതുവിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ അച്ഛനെ പോലെ ഒരു ആത്മാനുരാഗിയായി മാറി മറ്റുള്ളവരുടെ മേൽ വേദന ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിച്ചേർന്നേക്കാം. അപ്പോൾ ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ള ആൾ ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാകുകയോ ഒരു പ്രതിസന്ധി വരികയോ ചെയ്യാത്തിടത്തോളം അയാൾ ചികിത്സ തേടിയെന്ന് വരില്ല. പക്ഷേ ജീവിതത്തിൽ ചില പ്രത്യേക സന്നിഗ്ധാവസ്ഥകൾ വരുമ്പോൾ അത് പലപ്പോഴും ചില കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് തന്നെ അയാളെ കൊണ്ടുവന്ന് എത്തിച്ചേക്കും. തൻ്റെ പ്രതിച്ഛായ മറ്റുള്ളവരുടെ മുൻപിൽ പൊളിഞ്ഞടുങ്ങുന്ന ഒരു അവസ്ഥ വരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് മറച്ചു വയ്ക്കാനായി, താൻ പിടിക്കപ്പെടുന്നത് തടയാനായിട്ട് ചിലപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പോലും ഇവർ മടിച്ചു എന്ന് വരില്ല. അടിസ്ഥാനപരമായി ഇവരങ്ങനെ കുറ്റകൃത്യ വാസനയുള്ളവരാണെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ സ്വന്തം പ്രതിച്ഛായ തകരുന്നത് തടയാൻ വേണ്ടി എന്ത് കുറ്റകൃത്യം ചെയ്യാനും പൊതുവെ ഇവർ
മടിച്ചു എന്ന് വരില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ആത്മാനുരാഗിയായ വ്യക്തിയോടൊപ്പമുള്ള ജീവിതം പലതരത്തിൽ അപകടകരമാണ്. അത് ഒരു ഘട്ടം വരെ നിങ്ങളുടെ മാനസിക നില തകർക്കും. ചില പ്രത്യേക ഘട്ടങ്ങളിൽ നിങ്ങൾ അവരുടെ രഹസ്യങ്ങൾ പുറത്താക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവന് വരെ ഭീഷണി ഉണ്ടാകാവുന്ന ഒരു സാഹചര്യവും തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, ഡോക്ടർ നേരത്തെ ചികിത്സയുടെ കാര്യമൊക്കെ പറഞ്ഞു. ശരിക്കും ഇവരെ ചികിത്സ കൊണ്ടൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയുമോ? ചികിത്സയോട് അവർ സഹകരിക്കുകയാണെങ്കിൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ പറ്റും. കാരണം ഇവിടെ പ്രധാനമായിട്ടും ഇൻസൈറ്റ് ഓറിയൻറ്റഡ് സൈക്കോതെറാപ്പി എന്നൊരു മനഃശാസ്ത്ര ചികിത്സയുണ്ട്. താൻ എന്തുകൊണ്ട് ചുറ്റുമുള്ള ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് ഇവർക്ക് പകർന്നു നൽകുക. അതിന് പലപ്പോഴും ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്താൻ അയാളെ ഒന്ന് പ്രേരിപ്പിക്കണം. തൻ്റെ ചിന്താവൈകല്യങ്ങൾ തിരുത്താൻ സഹായകമായ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ പോലെയുള്ള രീതികൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോഴെങ്കിലും അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി എന്നൊരു രീതിയുണ്ട്. അതായത് തൻ്റെ വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ഘടകങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് പരമാവധി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് സ്വയം ബോധ്യപ്പെടാനും അതിനനുസരിച്ച് മറ്റുള്ളവർക്ക് ഒരു പരിഗണന കൊടുത്തുകൊണ്ട് അത്യാവശ്യം അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് അനുതാപം പകർന്നുകൊണ്ട് തൻ്റെ തൊട്ടു ചുറ്റും നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്കെങ്കിലും പ്രശ്നം വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ തൻ്റെ തൊഴിൽ സ്ഥലത്തെ മറ്റുള്ളവർക്കെങ്കിലും പ്രശ്നം വരാത്ത രീതിയിൽ സ്വന്തം പെരുമാറ്റത്തെ ക്രമീകരിക്കാൻ ഇവർക്ക് സാധിക്കും. ചിലപ്പോഴെങ്കിലും ഇവരുടെ വൈകാരിക വിക്ഷോഭാവസ്ഥകൾ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് വരും. അത്തരം ഘട്ടങ്ങളിൽ തലച്ചോറിലുള്ള രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുന്ന ചില മരുന്നുകൾ ഹ്രസ്വകാലത്തേക്ക് കൊടുക്കേണ്ടി വരും. ഈ മരുന്നുകൾ കൊടുത്ത് അവരുടെ വൈകാരിക അവസ്ഥ ക്രമീകരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവർ ഈ മനഃശാസ്ത്ര ചികിത്സകളോട് സഹകരിക്കാൻ തയ്യാറാവും. ഈ മനഃശാസ്ത്ര ചികിത്സകളിലൂടെ സ്വന്തം ജീവിതത്തിൽ ചില പോസിറ്റീവായ മാറ്റങ്ങൾ വരുത്തി കഴിയുമ്പോൾ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതത്തിലും പോസിറ്റീവായ മാറ്റങ്ങൾ വരുന്നത് കാണുമ്പോൾ, ചുറ്റുമുള്ള സമൂഹം കൂടുതൽ തന്നെ അംഗീകരിക്കുന്നതായി കാണുമ്പോൾ തീർച്ചയായിട്ടും ആ പോസിറ്റീവായ രീതിയിൽ സ്വന്തം സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ സ്ഥായിയായി നിലനിർത്താനുള്ളൊരു പരിശ്രമം ഈ NPD ഉള്ള വ്യക്തിയിൽ നിന്നും ഉണ്ടാകാം. പക്ഷേ അദ്ദേഹത്തെ ഒരു ചികിത്സയിലേക്ക് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് പലപ്പോഴും വളരെ വളരെ ശ്രമകരമായ കാര്യമായിരിക്കും. കാരണം അവരടിസ്ഥാനപരമായി കരുതുന്നു അവരാണ് ശരി, മറ്റുള്ളവർക്കൊന്നും അറിയില്ല. ഇതാണ് അവരുടെ ഒരു അടിസ്ഥാന ധാരണ. ഇവിടെ നടി അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇത്തരക്കാരെ വെച്ച് ഒരു വിവാഹബന്ധം മുന്നോട്ട് പോകാൻ കഴിയുമോ? നാർസിസിസ്റ്റായ ഒരു വ്യക്തി അങ്ങേയറ്റം പാസീവായ മനോഭാവമുള്ളൊരു വ്യക്തി വിവാഹം കഴിച്ചാൽ ചിലപ്പോൾ ആ ബന്ധം തടസ്സമില്ലാതെ തുടർന്നെന്നിരിക്കും. പക്ഷേ പങ്കാളി ഒരു തരത്തിലും ഡിമാൻഡിങ് ആകാത്ത ഈ നാർസിസിസ്റ്റായ വ്യക്തി അതുപോലെ അംഗീകരിക്കുന്ന, അദ്ദേഹത്തെ ആരാധിക്കുന്ന, അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു വ്യക്തിയായിരിക്കണം. പക്ഷേ നമുക്കറിയാം, ഒരു ശരാശരി വ്യക്തിക്ക് അത് സാധ്യമായി എന്ന് വരില്ല. പൂർണ്ണമായും വിധേയപ്പെട്ട് നിൽക്കാൻ ഒരു ശരാശരി വ്യക്തിക്ക് സാധ്യമാകില്ല. സ്വാഭാവികമായും അവരുടെ വിവാഹ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ വരും. അതുകൊണ്ട് തന്നെ ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ള ആളുകൾ ആ വ്യക്തിത്വ വൈകല്യം ചികിത്സയിലൂടെ, തെറാപ്പിയിലൂടെ പരിഹരിച്ച ശേഷം, നിയന്ത്രണ വിധേയമാക്കിയ ശേഷം മാത്രം ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നതായിരിക്കും ആ വിവാഹ ജീവിതത്തിൻ്റെ സ്ഥിരതയ്ക്ക് തീർച്ചയായിട്ടും നല്ലത്.